ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായ ഒരു തക്കാളി മുറുക്കിൻ്റേതാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അധികം പഴക്കമില്ലാത്ത കടലമാവ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ വളരെ ഫൈനായിട്ടുള്ള പൊടി വേണം എടുക്കുന്നത്. ഇടിയപ്പത്തിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള വളരെ ഫൈനായിട്ടുള്ള പൊടിയായിരിക്കണം എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അയമോദകമാണ്. അയമോദകം എന്തായാലും ഈ തക്കാളി മുറുക്കിൽ ചേർക്കാൻ മറക്കരുത്. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ തക്കാളി മുറുക്കിന് കിട്ടും. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ ഈ മുറുക്കിന് നല്ലൊരു കളർ കിട്ടും. അതുകൊണ്ടാണ് ഞാനിതിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നീട് 1 ടീസ്പൂണോളം എള്ള് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാനായി 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തക്കാളിയുടെ കൂടെ ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞ് കിട്ടേണ്ടതായിട്ടുണ്ട്. അരച്ചെടുത്ത ശേഷം ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പരുവത്തിൽ ആയ ശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഇത് ഒരു സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ തക്കാളി മുറുക്ക് തയ്യാറാക്കുന്നതിനായി സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഈ സേവനാഴിയിലേക്ക് ഈ മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല എയർ ടൈറ്റായിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന്. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഈ സേവനാഴിയിലുള്ള മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ്. തക്കാളി മുറുക്ക് അങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്നുമല്ല കിട്ടാറുള്ളത് സാധാരണ മാർക്കറ്റിൽ നിന്നും. ഇതിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് മുറിഞ്ഞിട്ടാണ് കടകളിൽ നിന്നൊക്കെ കിട്ടാറുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിതിങ്ങനെ മുറിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 2 വശവും മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മാവ് കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ശരിക്കും ഈ തക്കാളി മുറുക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കടലമാവ് കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കടലമാവിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് മൂത്ത് കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. വെളുത്തുള്ളിയും അയമോദകവും ഒന്നും എന്തായാലും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇതൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ മുറുക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കേടുകൂടാതെ കുറച്ചധികം ദിവസം നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നതിനുള്ള പ്രചോദനം. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്